ഹലോ ഓൾ, എല്ലാവർക്കും കേരള ടെക്സ്റ്റ് ബുക്കിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വർഷം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ കട്ട് ഓഫും അതുപോലെ എത്ര പേര് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുൻപ് തന്നെ ഒരിക്കൽ കൂടി ടെക്സ്റ്റ് ബുക്ക് സൂപ്പർ കോച്ചിങ് കേരളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മളുടെ ആപ്ലിക്കേഷനിൽ കേരള PSC സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള പ്രിലിംസിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. ഇന്ന് 7 മണിക്കുള്ളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3000 രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് വെറും 2499 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ഒപ്പം തന്നെ നമുക്കറിയാം വേക്കൻസി ഇപ്പോഴും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള വേക്കൻസി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏജ് ലിമിറ്റ് അറിയാം, 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതുവരെയായിട്ടും അപ്ലൈ ചെയ്യാത്തവർ നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ലൈ ചെയ്യാം. ജനുവരി 29 ലാസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള തീയതി എന്ന് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ 31 വന്നതാണ്. ഈ മാസം 29 നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ. അപ്പൊ അതുപോലെ സ്കെയിൽ ഓഫ് പേ അത്യാവശ്യം നമുക്ക് ബാക്കിയുള്ള പരീക്ഷയെ കുറിച്ചല്ല, ബാക്കിയുള്ള പോസ്റ്റുകളെ പോലെയല്ല സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പ്രൊമോഷൻ സാധ്യതയുള്ളതും വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രൊമോഷൻ സാധ്യത നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നമുക്ക് കഴിഞ്ഞ വർഷം 2021 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. 2022 അതിന്റെ പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു. 2023 ഈ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വിടുന്നത്. ഇപ്പൊ നമുക്കറിയാം ഈ ഒരു പരീക്ഷയ്ക്ക് 3 വർഷമാണ്, 3 ഇയർ ആണ് റാങ്കിന്റെ വാലിഡിറ്റി വരുന്നത്. അപ്പൊ 2026 അല്ലെ +3 ആണ് വരുന്നത്. അപ്പൊ 2026 ഈ ഒരു പരീക്ഷയുടെ കാലാവധി റാങ്ക് ലിസ്റ്റ് ഏപ്രിലാണ് കേട്ടോ. അപ്പൊ ഏപ്രിൽ എന്ത് ചെയ്യും, അവസാനിക്കും. അതായത് അടുത്ത വർഷം, ഇപ്പൊ നമ്മൾ 2025 അടുത്ത വർഷം ഈ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം 2025 നോട്ടിഫിക്കേഷൻ 2024 വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി 2025 ഇതിന്റെ എക്സാം ഉണ്ടാകും. നമുക്കൊരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ എന്ത് ചെയ്യാം, ഈ പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ കിടക്കുന്നത് എന്താണ്, ഒരു പ്രിലിംസ് എക്സാം ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ ഒരു മെയിൻസ്, പിന്നെ നമുക്കൊരു ഇന്റർവ്യൂ വെച്ചിട്ടുണ്ട് അല്ലെ. അതായത് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, ഏറ്റവും മിടുക്കരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രം മതി എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയൊരു പ്രോസസ്സ് PSC എന്ത് ചെയ്തിട്ടുള്ളത്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 2026 ഏപ്രിൽ മാസം കാലാവധി റാങ്ക് ലിസ്റ്റ് തീരുമ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് അവിടെ വരണം. അതുകൊണ്ട് തന്നെ ഈ വർഷം നമുക്ക് ഓൾറെഡി മെയിൻസ് എക്സാമും ഈ ഇയർ തന്നെ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഇന്റർവ്യൂ ഉള്ളത് കൊണ്ട് തന്നെ വളരെ വേഗം തന്നെ ഈ ഒരു പ്രൊസീജിയർ നടക്കും. 2026 പുതുതായിട്ടുള്ള പുതുതായിട്ടുള്ള റാങ്ക് ലിസ്റ്റും വരും. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞ വർഷത്തെ അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള 2021 വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് PSCയുടെ ആ ഒരു ചേഞ്ച്, ഡിഗ്രി ലെവൽ പരീക്ഷയെ മാറ്റി വാർത്ത് ഉടച്ചുകൊണ്ടൊക്കെ വന്ന ഒരു നല്ലൊരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പരീക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ വർഷം 47.56 47.56 ആയിരുന്നു. അതിൽ ഏകദേശം 11,000-ലധികം ഉദ്യോഗാർത്ഥികൾ പ്രിലിംസ് പരീക്ഷയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് നടന്ന മെയിൻസ് പരീക്ഷ എന്ന് പറയുന്നത് വളരെ കട്ട് ഓഫ് 43.67 ആണ്. 2000-ലധികം ഉദ്യോഗാർത്ഥികളായിരുന്നു അന്ന് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു പരീക്ഷ നല്ല ടഫായിട്ടുള്ള ഒരു പരീക്ഷ തന്നെയായിരുന്നു. നല്ല സ്റ്റാൻഡേർഡ് ലെവലായിട്ടുള്ള പരീക്ഷയായിരുന്നു അല്ലേ. നിങ്ങൾക്ക് കമന്റ് ചെയ്യാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ വർഷം നമുക്ക് എങ്ങനെ എക്സ്പെക്ട് ചെയ്യാം, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരീക്ഷ തന്നെയായിരിക്കും. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരീക്ഷ വരുമ്പോൾ എന്താണ്, കട്ട് ഓഫ് എന്ത് ചെയ്യും, നമുക്ക് പരീക്ഷ എളുപ്പമായി കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടും. അതുപോലെ പരീക്ഷ കട്ടിയായി കഴിഞ്ഞാൽ കട്ട് ഓഫ് അവിടെ കുറയാണ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് ഈ തവണ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഇന്റർവ്യൂ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ട് എങ്കിൽ നമുക്ക് 27 മുതൽ ടെക്സ്റ്റ് ബുക്ക് സൂപ്പർ കോച്ചിങ് കേരളയിൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
എക്സ്ക്ലൂസീവ്ലി സെക്രട്ടേറിയറ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ള ലൈവ് ബാച്ചസ് ആണ് വരുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് സിലബസ് കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 100 മാർക്കിൻ്റെ പരീക്ഷയിൽ ഓരോ വിഭാഗം സബ്ജക്റ്റുകൾക്കും ഡിഫറെൻ്റ് ആയിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇവിടെ നമുക്ക് ഒരു 50 മാർക്ക് സെറ്റ്. ബാക്കി 50 മാർക്ക് വരുന്നത് എങ്ങനെയാണ്? ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ്, ബേസിക്സ്, സയൻസ് ആൻഡ് ടെക് ആൻഡ് കറണ്ട് അഫയേഴ്സ് കൂട്ടിയിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സെഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ഏറ്റവും ഇന്ത്യയിലെ തന്നെ, കേരളത്തിലെ തന്നെ നമ്പർ 1 ഫാക്കൽറ്റീസ് ആണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഓഫർ വരുന്നുണ്ട്. നമ്മുടെ 20-ാം തീയതി മുതൽ, ഇന്നലെ മുതൽ നമ്മുടെ ബാച്ച് നമ്മളുടെ ആപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഈ ഒരു കോഴ്സിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം, ഡിഗ്രിയുടെ ലിങ്ക് കൊടുത്തിരിക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനൊരു ഇതിനകത്തോട്ടായിരിക്കും പോകുന്നത്, ഇങ്ങനെയൊരു പേജിലേക്കായിരിക്കും പോകുന്നത്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കോഴ്സ് ഇവിടെ ലോഗിൻ ചെയ്യുന്ന ഫോൺ നമ്പർ യൂസ് ചെയ്തിട്ട് OTP കിട്ടും. അത് വെച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ കൂപ്പൺ എന്നൊരു ഓപ്ഷൻ കാണാം. ആ കൂപ്പൺ കോഡ് കൊടുക്കുന്ന സമയത്ത് ആഷ്ന ഷാജി എന്നൊരു കൂപ്പൺ കൊടുത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2249 രൂപയ്ക്ക് ഈ ഫീസ്, ഈ ഏകദേശം 2300 രൂപയുടെ അടുത്ത് നമുക്ക് ഈ ഒരു കോഴ്സ് ലഭ്യമാകുന്നതാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ഫോൺ നമ്പർ യൂസ് ചെയ്തിട്ട് ഗൂഗിൾ പേ ഏതെങ്കിലും യൂസ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏർലി ബോർഡ് ഓഫറാണ് വരുന്നത്. അപ്പോൾ മറക്കണ്ട, കൂപ്പൺ കോഡ് ആഷ്ന ഷാജി എൻ്റെ പേര് തന്നെ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ 12 മന്തിൽ വാലിഡിറ്റി ആണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ക്ലാസ് പർച്ചേസ് ചെയ്ത് എന്നാണോ അടുത്ത വർഷം വരെ നിങ്ങൾക്ക് എന്തുണ്ട്, ഈ ഒരു കോഴ്സ് കാണാനായിട്ടുള്ള അവസരം ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൻ്റെ പ്രത്യേകതകൾ, നിങ്ങൾക്ക് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളായിരിക്കും. ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പോളുകളുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസിന് ശേഷം പോൾ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റുന്നതാണ്. ഓരോ ക്ലാസ്സിന് ശേഷവും അതിൻ്റെ മോക്ക് ടെസ്റ്റ്, ഒരു സബ്ജക്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹിസ്റ്ററിയിൽ 1857 റിവോൾട്ടാണ് പഠിക്കുന്നതെങ്കിൽ ക്ലാസ്സിൽ ടീച്ചേഴ്സ് അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ ആ ക്ലാസ്സിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ തന്നെ അവൈലബിൾ ആണ്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം മോക്ക് ടെസ്റ്റുകളും ടെസ്റ്റ് സീരീസും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾക്ക് പുറമെ മാക്സിമം മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസസുമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. 27-ാം തീയതിയാണ് നമ്മളുടെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു ഏർലി ബോർഡ് ഓഫർ ഉണ്ട്, മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു സോ മച്ച്.